ഹായ് ഗൈസ്, നമസ്കാരം. വിഷ്ണു ആണ്. അപ്പം സമയം ഇപ്പൊ ഏകദേശം 7 മണിയായി. ഞങ്ങൾ രാവിലെ ഇവിടെ വന്നതാണ്. വേറെ എവിടെയല്ല, നമ്മുടെ പെരുമ്പാവൂരുള്ള ബെൻസ് ബോഡി വർക്ക്ഷോപ്പിൽ, അതായത് നമ്മുടെ മോഹൻചാറിന്റെ വർക്ക്ഷോപ്പിലാണുള്ളത്. നമ്മുടെ 34 സീറ്റ് മാർക്കോപോളോ ഇന്ന് പണിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുവാണ്. ഏകദേശം 1 മാസം മുമ്പാണ് നമ്മൾ വണ്ടി ഡെലിവറി എടുത്തത്. നമ്മുടെ കോട്ടയത്ത് നിന്ന് ഡെലിവറി എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ വന്നത് ഇങ്ങോട്ടേക്കാണ് വണ്ടിയുടെ വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ട്. കാരണം നമ്മളൊരു ടൂറിസ്റ്റ് മേഖലയിലേക്ക് ഒരു വണ്ടി ഇറക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വർക്ക് കാര്യങ്ങളെല്ലാം ആ വണ്ടിയെ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ റെസ്ട്രിക്ഷൻസ് ചില കാര്യങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ വണ്ടിയിൽ കയറുന്ന കസ്റ്റമേഴ്സിന് നമ്മളത് കൊടുക്കാതിരിക്കാൻ, ആ ഒരു സർവീസ് അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് അവർക്ക് കൊടുക്കാതിരിക്കാനും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മാർക്കോപോളോ കിടപ്പുണ്ട്. 34, 32 അങ്ങനെ പല സീറ്റ് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു മോഡലിലാണ് വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്തത്. ആ ഒരു വണ്ടി നമ്മളിത് ഈ ഒരു മോഡലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ഫ്രണ്ട് വർക്ക്, അതുപോലെ തന്നെ നമ്മൾ ടൂറിസ്റ്റ് ബസിന്റെ ഒക്കെ വികാരം എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിലുള്ള ഈ 2 കൊമ്പുകളാണ്. അതായത് ഒരു ആനയുടെ കൊമ്പ്, ആനയ്ക്ക് അഴകേകുന്നത് കൊമ്പാണെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് വണ്ടികൾക്ക് അഴകേകുന്നതാണ് ഈ ഒരു 2 കൊമ്പ്. ആ ഒരു 2 കൊമ്പ് നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലിപ്പ്. പിന്നെ നമ്മൾ അകത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഇത് ക്യാബിൻ സെപ്പറേറ്റഡ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മളിത് ക്യാബിൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ലൈറ്റ് കാര്യങ്ങൾ ഓവറായിട്ടില്ല, അത്യാവശ്യം വേണ്ട രീതിയിൽ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് വഴിയെ കാണാം. വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ മുതലാളിമാരും നമ്മുടെ വണ്ടി ഓടിക്കുന്ന എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. രാവിലെ ഞങ്ങൾ വന്നതായിരുന്നു ഈ വണ്ടി കൊണ്ടുപോകാൻ. ഏകദേശം 1 മാസം മുമ്പാണ് നമ്മൾ വണ്ടി ഡെലിവറി എടുക്കുന്നത്. അപ്പൊ ഡെലിവറി എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ നമ്മൾ വണ്ടീനെ പറ്റിയും പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ തന്നെ ആദ്യമായിട്ടാണ് വണ്ടിയുടെ ഒരു നമ്മൾ ഡെലിവറി ചെയ്യുന്ന ഒരു വീഡിയോ, അതായത് വർക്കെല്ലാം കഴിഞ്ഞ് പ്രകാശിൽ നിന്നൊക്കെ വണ്ടി ഇറക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും വികാരം തോന്നാറുള്ള ഒരു നിമിഷമാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു വണ്ടി എവിടെ നിന്നാണേലും ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ പണി കഴിഞ്ഞാൽ വണ്ടി ഇറക്കുമ്പോൾ നമുക്കുള്ള ഒരു ഫീലിങ്സ്. അപ്പൊ ഇപ്പം നമ്മുടെ വണ്ടി ഏകദേശം 7 മണിയായി, രാത്രിയായി. ഞങ്ങൾ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ വർക്ക് കാര്യങ്ങൾ കുറച്ച് ഡിലേ വന്നു. കാരണം അല്ല, നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്തിയപ്പം കുറച്ച് താമസം വന്നു. ഇനി കുറച്ചുകൂടെ വർക്കേ ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കുകളാണ് ഇവരിവിടെ തരുന്നത്. നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരെ വണ്ടികൾ വരുന്നുണ്ട്. ഇവിടെ വണ്ടികളുടെ സീറ്റ് കാര്യങ്ങളൊക്കെ വേറെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. പല ടൈപ്പിലുള്ള വണ്ടികളാണ്. AC ഉള്ളതുണ്ട്, കമ്പനി AC ഉള്ളതുണ്ട്. ഇപ്പം ഇതൊരു 32 സീറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം സീറ്റ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ്. ടാറ്റയുടെ റോഡ് ഭരിക്കാൻ പോകുന്ന അടുത്ത രാജാക്കന്മാരാണ് ഇതെല്ലാം. നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം 1-2 വണ്ടികളാണ് മാർക്കോപോളോയുടെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം മാർക്കോപോളോയുടെ വണ്ടികളാണ് ഫുള്ള് ഇവിടെ ഉള്ളത്. കാരണം ഇവരുടെ ഒരു വർക്കിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ ആയിരിക്കണം വണ്ടികൾ ഇവിടെ വരുന്നത്. ഒന്നാമത്തെ തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് വർക്ക് ചെയ്തു തരുന്നത്. ചെയ്യുന്ന വർക്കാണെങ്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആകും. ഇതെല്ലാം പുതിയ വണ്ടികളാണ്. ഇത് ഇന്നലെ വന്നതാണ്, 2 ദിവസം ആയുള്ളെന്നാണ് പറഞ്ഞത് വന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട്. ഫുൾ വർക്കാണ് എല്ലാം. അപ്പം ഇപ്പൊ ഏകദേശം സമയം 10 മണിയായി. 10 മണിയായപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഏകദേശം വർക്ക് ബാലൻസ് ഉണ്ടായിരുന്ന എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത് താക്കോല് മേടിക്കാൻ പോവാണ്. അതുപോലെ ശ്രീകുട്ടൻ വണ്ടിയുടെ താക്കോല് മേടിക്കുകയാണ്. നമ്മുടെ താക്കോല് നമ്മുടെ വണ്ടി ഓടിക്കുന്ന സുനിയണ്ണൻ നമ്മുടെ മുതലാളിയുടെ നിന്ന് ഏറ്റുവാങ്ങുവാണ് ഇപ്പം. അപ്പൊ നമ്മുടെ വണ്ടി അങ്ങനെ ഇറങ്ങുവാണ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം അടുത്തായി. കറക്റ്റ് അവർ പറഞ്ഞത് 20 അല്ലെങ്കിൽ 25 ദിവസമാണ് മാക്സിമം പറഞ്ഞിരുന്നത് വർക്കിംഗ് ഡേയ്സ്. ആ ഒരു 25 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ വണ്ടി അത്യാവശ്യം നമ്മൾ പറഞ്ഞ അകത്ത് സീറ്റ് വർക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പെയിന്റിങ് ഉണ്ടായിരുന്നു. വണ്ടിയുടെ ഫുൾ പെയിന്റിംഗ് ആണ് നമ്മൾ ചെയ്തത്. വണ്ടി ഫുൾ പെയിന്റ് ചെയ്തു. അതുപോലെ തന്നെ ഫ്രണ്ടില് ലിപ്പ് കാര്യങ്ങൾ വെക്കാനുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയുടെ ബാക്കില് ഫുള്ള് ഒരു നമ്മൾ പുതിയ മോഡലിലേക്ക്, അതായത് നമ്മുടെ BS6 മോഡലിലേക്ക് നമ്മുടെ മിററും കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ. പിന്നെ അകത്ത് നമ്മുടെ ബർത്ത് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പാക്കിൽ അയ്യൻ്റെ മണ്ണിലേക്ക് നമ്മുടെ ചെക്കൻ ഇന്ന് വരുവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മോൻചേട്ടൻ. നമ്മുടെ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത മോൻചേട്ടനാണ്. മോൻചേട്ടാ, നമ്മൾ ഏതൊക്കെ വണ്ടിയുടെ വർക്കാണ് ഇവിടെ ഇപ്പൊ ചെയ്യുന്നത് സാധാരണ? ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടി വരുന്നത് മാർക്കോളയാണ്. ഐശ്വര്യ വരുന്നുണ്ട്, SML വണ്ടി മഹീന്ദ്ര ക്രൂസ് വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ വർക്ക് മാർക്കോളയാണ്. അപ്പൊ നമുക്ക് ഒരു വണ്ടിയുടെ എങ്ങനെയാണ് ബഡ്ജറ്റ് കാര്യങ്ങള് അവർക്ക് ഇഷ്ടമുള്ള, അതായത് നമ്മുടെ കസ്റ്റമർ താല്പര്യ പ്രകാരം കസ്റ്റമർ എന്താഗ്രഹിക്കുന്നു അതാണ് നമ്മൾ ചെയ്തിരുന്നത്. നമ്മൾ മിനിമം എത്രയാണ് നമ്മൾ വണ്ടി വർക്ക് ചെയ്യാനായിട്ട്, അതായത് ഫുൾ വർക്ക് ചെയ്യുന്ന ഒരു വണ്ടി നമ്മൾ സാധാരണ എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്? ഫുൾ വർക്ക് ചെയ്യുന്ന വണ്ടി മിനിമം 45 വർക്കിംഗ് വണ്ടി. ഞങ്ങള് ഇവരുടെ വർക്ക് കാര്യങ്ങൾ കണ്ടു വെച്ച് അത്യാവശ്യം നല്ല രീതിയിലാണ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയില്. അപ്പൊ ആർക്കെങ്കിലും വീഡിയോസ്, അതായത് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മോൻചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് മോൻചേട്ടൻ പറഞ്ഞേക്കുന്നത്. അപ്പം കാരണം അത്രയ്ക്ക് നല്ല വർക്കാണ്, നമുക്ക് ഒന്നും പറയാനില്ല. പെയിന്റിംഗ് ആണെങ്കിലും നമ്മൾ ഫുൾ പെയിന്റ് വണ്ടിയുടെ ചെയ്തു, ഫുൾ പെയിന്റിംഗ് ആണെങ്കിലും എല്ലാം ഈ മാർക്കപ്പോൾ എല്ലാം വർക്കിന് നടക്കുന്നില്ല മോൻചേട്ടൻ? അത് മെയിനായിട്ട് ഇപ്പൊ മാർക്കപ്പോളയുടെ നമുക്ക് നേരത്തെ കോഴ്സ് കാര്യങ്ങളുണ്ട്. കോഴ്സ് മറ്റേ മഹേന്ദ്ര മറ്റേ മോണോ ബസ്സിലായിരുന്നു ഐശ്വര്യ SML. കഴിഞ്ഞ സീസണില് ഐശ്വര്യാണ് ഏറ്റവും കൂടുതൽ, 19 ഐശ്വര്യാണ് ഏറ്റവും കൂടുതൽ. ഈ സീസണില് മാർക്കോളയാണ്. അതെ. അപ്പൊ അങ്ങനെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് നമ്മുടെ ബെൻസ് ബോഡി വർക്ക്ഷോപ്പിൽ നിന്നും നമ്മുടെ വണ്ടി ഇറങ്ങുവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ, അതായത് വണ്ടിയുടെ ഫുൾ റിവ്യൂ വീഡിയോ അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ട്രിപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാം. ഇവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ സലാം. എവിടെ വെച്ചിരിക്കുന്നു?